പ്രിയപ്പെട്ടവരെ, നീണ്ട 2 മാസക്കാലം 60 ദിവസത്തോളം അള്ളാഹു റജബും ശഅബാനും അടിക്കടി രാവും പകലും പള്ളിയിലും പള്ളിക്കൂടത്തിലും മദ്രസയിലും ഒക്കെ നമ്മൾ കേൾക്കുന്നു. ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന ബല്ലഗനാ റമളാന എന്ന് കേട്ടിട്ടും 60 ദിവസം നമുക്ക് പ്രിപ്പയർഡ് ആകാൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെങ്ങനെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നന്നാവുക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ട്, പടച്ചോനെ ഞാൻ അന്ന് നന്നാകേണ്ടതായിരുന്നു, പറ്റിയില്ല. ആദ്യത്തെ 10 പോയി, രണ്ടാമത്തെ 10 പോയി. രണ്ടാമത്തെ 10 എത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്തായാലും 17 രാവ് വരട്ടെ, ബദരീങ്ങളോട് കൂടി നന്നാവാമെന്ന് പറയും. ബദർ ദിനത്തിന്റെ അന്ന് ചോറൊക്കെ കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ കഴിച്ചിട്ടൊരു കിടത്തുണ്ടെന്ന് തറാവി ഉണ്ടാവൂല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പറയുന്നത് എന്തായാലും ഇത്രയായല്ലോ, മൂന്നാമത്തെ 10 വരട്ടെ. മൂന്നാമത്തെ 10 എത്തുമ്പോൾ നമ്മൾ പറയും 27 രാവ് ശ്രേഷ്ഠമായ രാത്രിയല്ലേ, ലൈലത്തുൽ ഖദ്ർ ഇറങ്ങുന്ന രാത്രിയല്ലേ, അന്ന് എല്ലാം പടച്ചവനോട് ഏറ്റു പറഞ്ഞിട്ട് നന്നാകാമെന്ന് ചിന്തിക്കും. അന്ന് നമ്മൾ എന്താ ചെയ്യുക? അന്ന് ഈ ഓട്ടത്തിൻ്റെയും ബഹളത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിറ്റന്ന് മുതൽ പർച്ചേസ് ചെയ്യേണ്ട ദിവസങ്ങളാ. 27 പകലിൽ നമുക്ക് പോകണം ലുലുമാളിൽ, അതുപോലെ തന്നെ പല ഹൈപ്പർ മാർക്കറ്റിലും പോകണം. അതിനിടയിൽ എപ്പോഴാണ് നമുക്ക് നന്നാകാൻ സമയം കിട്ടുക? അങ്ങനെ പെരുന്നാളിൻ്റെ ദിവസം വരുമ്പോൾ പുതിയ ഉടുപ്പും ധരിച്ച് പുത്തൻ അത്തറും തേച്ച് പുത്തൻ ശൈലിയിൽ നമ്മൾ നിങ്ങളുടെ കൈ പിടിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് വരും. പള്ളിയിലേക്ക് വന്നാൽ ഇബാദത്തും നിസ്കാരവും ഒക്കെ ശൈത്താന്മാരെ പിടിച്ച് നീ ചങ്ങല കിട്ടല്ലോ, പക്ഷെ എൻ്റെ ശൈത്താനെ മാത്രം നീ ചങ്ങല കിട്ടില്ല. നീ തഖ്വ തന്നിരുന്നെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നല്ലോ. നീ എനിക്ക് തഖ്വ തന്നില്ല അല്ലാ. എന്റെ ഉമ്മാടെ ഉദരത്തിൽ വെച്ച് 4-ാം മാസത്തിൽ നീ എഴുതിയല്ലോ ഞാൻ വിജയിയാണോ പരാജിതനാണോ എന്ന്. അന്ന് നീ എഴുതിയതല്ല തമ്പുരാനെ, നിനക്ക് എഴുതിക്കൂടായിരുന്നോ ഞാൻ വിജയിയാണെന്ന്, ഞാൻ നന്നായേനെ. നമ്മളെല്ലാം കൂടെ പടച്ചോന്റെ തലയ്ക്ക് വെച്ച് കൊടുക്കുകയാണ്.